വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി ഇറങ്ങുക കേട്ടോ. വേറെ നല്ല വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ഏട്ടനും തേജും കൂടി സന്ധ്യ കഴിഞ്ഞപ്പോഴാട്ടോ ഇറങ്ങിയത്. അപ്പോഴാട്ടോ വീട്ടിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയത്. പിന്നെ നേരെ പോയത് മെഡിക്കൽ ഷോപ്പിലേക്ക് കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് ഡാൻഡ്രഫിൻ്റെ മരുന്ന് മേടിക്കാണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ബത്തേരി 7 ഡേയ്സിലേക്കാട്ടോ വന്നത്. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങോട്ടേക്ക് കയറുന്നത്. ഇവിടെ നല്ല ഓഫറുകൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടേ. വന്നപ്പോഴാട്ടോ അത് മനസ്സിലായത്. ഗംഭീര ഓഫറുകളായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ഓഫറുകളുണ്ട്. നമ്മൾ എന്തെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ള കൺഫ്യൂഷനായി. ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി, ഏട്ടനാണെങ്കിൽ പച്ചക്കറി എടുക്കുക കേട്ടോ. പിന്നെ അവിടെ ഞാൻ കണ്ടു കേട്ടോ നല്ല ഡ്രൈ ഫ്രൂട്ട്സുകൾ, കാണാത്തതും എന്തൊക്കെയോ ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നും മേടിച്ചതൊന്നുമില്ല. പിന്നെ അങ്ങനെ വേഗം സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലാക്കി നേരെ പുറത്തിറങ്ങിയിട്ടോ. ഇവിടുത്തെ സർവീസ് അടിപൊളിയായിരുന്നു. പിന്നെ നേരെ പോയത് ഫാൻസി കടയിലേക്ക് കേട്ടോ. എനിക്ക് 2-3 സാധനങ്ങൾ മേടിക്കണ്ടായിരുന്നു. പിന്നെ മാക്സിൽ നല്ല ഓഫറുകൾ ഉണ്ടെന്ന് കേട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടോ. അങ്ങനെ ഞാൻ ഓരോ ടോപ്പുകൾ എടുത്ത് വെക്കുമ്പോൾ ഏട്ടൻ എന്നെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ എടുത്ത് വെച്ചു എന്നല്ലാണ്ട് ഒന്നും മേടിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ കുറേ ഡ്രസ്സ് ഇങ്ങനെ ഓരോന്ന് ഓൺലൈനിൽ വാങ്ങുന്നതുകൊണ്ട് ഏട്ടനത് അറിയാം കേട്ടോ. അങ്ങനെ ഒന്നും മേടിച്ചു തന്നില്ല. പിന്നെ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടൻ തേജുവിനെ പഠിപ്പിക്കുകയാണ്. തേജുവിന് നാളെ എക്സാം ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.